വലിയ പ്രിപ്പറേഷൻസോ കാര്യങ്ങളോ ഇല്ലാതൊരു ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ സകല പോരായ്മകളും പരിമിതികളും ഈ വീഡിയോയിൽ ഉടനീളം കാണാം. അപ്പം സദയം ക്ഷമിക്കുക. അപ്പം കാര്യം എന്താണെന്ന് വെച്ചാൽ അതിന് മുൻപായിട്ട് കാര്യം പറയാം. ഈ ഫോട്ടോഗ്രാഫി ഡിപ്പാർട്ട്മെൻറ്റിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണ് പുലിറ്റ്സർ പുരസ്കാരം. ഈ പുലിറ്റ്സർ പുരസ്കാരം 94 സ്വന്തമാക്കിയ കെവിൻ കാർട്ടർ ജീവിതം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകും. ഞാൻ പുള്ളി എടുത്തൊരു ഫോട്ടോ മുകളിൽ കൊടുക്കാം. അപ്പം ഈ ഫോട്ടോയാണ്. അപ്പം ഈ ഫോട്ടോയിൽ സുഡാനിൽ വെച്ചെടുത്ത ഫോട്ടോ. അവിടുത്തെ അതിഭീകരമായ വരൾച്ചയും അതുപോലെ തന്നെ ദാരിദ്ര്യത്തിനും നടുക്ക് എല്ലാം തോലുമായ ഒരു പെൺകുട്ടിയുടെ പിറകിൽ നടക്കുന്ന ഒരു കഴുകൻ, കുട്ടിയെ കൊത്താനായി നിൽക്കുന്ന കഴുകനാണത്. അപ്പം ആ ഫോട്ടോ എടുത്ത് പുലിറ്റ്സർ പുരസ്കാരം ലഭിച്ചു. ശേഷം ഭീകരമായ അനുമോദനങ്ങളും അതിന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പം ഭീകരമായ പ്രതിഷേധങ്ങളും ആ ചിത്രത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ആ പ്രതിഷേധങ്ങൾ എന്താണെന്ന് വെച്ചാൽ മനുഷ്യത്വമില്ലാത്തൊരു ചിത്രം എന്നുള്ള രീതിയിലാണ് അത് കാലത്തിൽ അടയാളപ്പെടുത്തിയത്. മനുഷ്യൻ്റെ കഴുകൻ കണ്ണുകൾ എന്ന് വേണേൽ പറയാം. കാരണം കുട്ടിയെ കഴുകൻ കൊത്താൻ വരുന്നത് ഫോട്ടോ എടുക്കാനാണ് ഫോട്ടോഗ്രാഫർ ശ്രമിച്ചത്, കുട്ടിയെ രക്ഷിക്കാനല്ല എന്നുള്ള രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കാരണം ഫോട്ടോഗ്രാഫർ പുലിറ്റ്സർ പുരസ്കാരം ലഭിച്ച ഫോട്ടോഗ്രാഫർ കുറച്ച് മാസങ്ങൾക്ക് 1-2 മാസങ്ങൾക്ക് ശേഷം പുള്ളി ആത്മഹത്യ ചെയ്തു. മനുഷ്യത്വമില്ലാത്ത ഫോട്ടോഗ്രാഫർ ആത്മഹത്യ ചെയ്തു. ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേട് കൊണ്ട് മാത്രം നേരിട്ടൊരു പ്രകൃതി ദുരന്തം. പ്രകൃതി ദുരന്തങ്ങളെല്ലാം അങ്ങനെ അല്ലെങ്കിലും ഷിരൂരിൽ നടന്ന സമീപ ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ട ഷിരൂരെ മണ്ണിടിച്ചിൽ ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേട് കൊണ്ട് മാത്രം സംഭവിച്ചൊരു പ്രകൃതി ദുരന്തമാണ്. മലയാളിയായ അർജുൻ അടക്കം ശരീരങ്ങൾ ഇന്നും കിട്ടാത്ത രീതിയിൽ തിരച്ചിലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പരിധിവരെ തെരച്ചിലുകൾ ഇന്നും നടക്കാൻ കാരണം ന്യൂസ് ചാനലുകളിൽ നടത്തിയ ചർച്ചകൾ കൊണ്ടാണ്. 24 hours ചർച്ച സംഭവിച്ചതുകൊണ്ടാണ് ഇന്നും ആ തെരച്ചിലുകൾ അവിടെ സംഭവിക്കുന്നത്. പക്ഷേ ഇതിൻ്റെയൊക്കെ ബൗണ്ടറീസ് 10-12 ദിവസം കഴിഞ്ഞ സമയത്ത് അതിൻ്റെയൊക്കെ ബൗണ്ടറീസ് ക്രോസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ എക്സ്ട്രീം ലെവൽ ക്രോസ് ചെയ്തുകൊണ്ട് ചർച്ചകളും ഇൻ്റർവ്യൂസും അതുപോലെ തന്നെ ആർക്കും വാർത്തകൾ ഉണ്ടാക്കാൻ പറ്റിയ സാഹചര്യത്തിൽ, ആർക്കും ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്ത് വാർത്തകളാക്കാൻ പറ്റിയ സാഹചര്യത്തിലാണ് നമ്മൾ ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അത്തരമൊരു സാഹചര്യത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന വാർത്തകൾ, ഇമോഷൻസ് വിറ്റ് സെയിൽ ചെയ്യപ്പെടുന്ന വാർത്തകൾ, പെയ്ഡ് വാർത്തകളെല്ലാം നമ്മളെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇത്തരമൊരു പ്രകൃതി ദുരന്തത്തിലും അത്തരം വാർത്തകളുമായി ഇറങ്ങിയ ഒരു മീഡിയയെ കണ്ടു. മഴവിൽ കേരളം എന്നോ മറ്റാണ് മീഡിയയുടെ പേര്. അപ്പോൾ ഞാൻ ആ ഒരു സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്യാം. അപ്പം ഇവർ അർജുൻ്റെ വീട്ടിൽ കയറി അവർ ചോദ്യങ്ങൾ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പുലിറ്റ്സർ പുരസ്കാരം നേരിട്ട വ്യക്തി നേരിട്ട ചോദ്യം വരുന്നത് മനുഷ്യത്വമില്ലാത്ത പ്രവർത്തനം, മനുഷ്യൻ്റെ കഴുകൻ കണ്ണുകൾ. അപ്പം ഇതേ 2 കാര്യങ്ങൾ ഇവിടെ നമുക്ക് ഉദാഹരിച്ചുകൊണ്ട് തന്നെ പറയാം. മനുഷ്യത്വമില്ലാത്ത പ്രവർത്തനം, മനുഷ്യത്വമില്ലാത്ത ജേർണലിസം, മനുഷ്യത്വമില്ലാത്ത മാധ്യമ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന മാധ്യമപ്രവർത്തകർ നമുക്ക് ചുറ്റുമുണ്ട്. അത് സോക്കോൾഡ് നമ്മളെ ന്യൂസ് ചാനലുകളായിക്കോട്ടെ, അതല്ലെങ്കിൽ 10,000 ലൈക്കുള്ള പേജുകളും വെച്ചിട്ട് മീഡിയ പ്രവർത്തനം ആരംഭിക്കാൻ തുടങ്ങിയ, അല്ലെങ്കിൽ മീഡിയ പ്രവർത്തനം തുടങ്ങിയ മാധ്യമപ്രവർത്തകരായിക്കോട്ടെ, ഇവരെല്ലാം ഈ കാലത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന വാർത്തകൾക്ക് പിന്നാലെ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഇമോഷൻസിനെ വെച്ച് വാർത്തകളാക്കുന്ന കാലഘട്ടത്തിലേക്ക് പോകുന്ന സമയത്ത് ആക്ച്വലി കെവിൻ കാർട്ടർ ചെയ്ത പോലെ ഒരു ആത്മഹത്യ ഞാനിവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇന്നലെ ആ പെൺകുട്ടി ആ വീട്ടിൽ പോയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, എന്താ പറയുക, അർജുൻ്റെ കുഞ്ഞിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ പേഴ്സണലി എന്നെ ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്തു. പേഴ്സണലി എന്നെ ഒരുപാട് ഡിപ്രസ്ഡ് ആക്കി, ഒരുപാട് ഡൗൺ ആക്കിയൊരു കാര്യമായിരുന്നു ആ വീഡിയോ. അത് മുഴുവൻ കണ്ടു തീർക്കാൻ പോലും എനിക്ക് പറ്റിയില്ല. ആ വീട്ടിൽ പോയിട്ട് കുട്ടിയോട് ചോദിക്കുകയാണ് അച്ഛൻ എവിടെ പോയി, അച്ഛൻ ലോറിയാണല്ലോ, എന്തൊക്കെയോ മീൻസ് കുട്ടി മുഖം തിരിക്കുന്ന സമയത്ത് കുട്ടിയുടെ മുഖം പിടിച്ചിട്ട് ക്യാമറേൻ്റെ മുഖത്തേക്ക് ആക്കുന്നുണ്ട്. അപ്പം അത്തരം മാധ്യമപ്രവർത്തനങ്ങൾ സത്യം പറഞ്ഞാൽ ചോദ്യം ചെയ്യേണ്ടതാണ്, പ്രതിഷേധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഇവിടെ അത്തരം മാധ്യമപ്രവർത്തനങ്ങൾ അനുവദിച്ചുകൂടാ എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത്തരം മാധ്യമപ്രവർത്തനം അല്ലെങ്കിൽ അത്തരം വീഡിയോ കണ്ടന്റ് കാണുന്ന സമയത്ത്, കാരണം ചെയ്യുന്ന ഏത് പ്രവർത്തനമാണെങ്കിലും, ചെയ്യുന്ന ഏത് ജോലിയാണെങ്കിലും, ചെയ്യുന്ന എന്ത് കാര്യമാണെങ്കിലും നമുക്കൊരു ദിവസം നമുക്കതിന് നമ്മളിത് എന്തിനെന്നുള്ള ചോദ്യം വരും. ഒരു ദിവസം നമ്മളിത് എന്തിന് അത് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ എന്തിനത് പറഞ്ഞു. മനുഷ്യത്വമില്ലാത്ത പ്രവർത്തനം, മനുഷ്യത്വമില്ലാത്ത ജേർണലിസം, മനുഷ്യത്വമില്ലാത്ത മാധ്യമപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന മാധ്യമപ്രവർത്തകർ നമുക്ക് ചുറ്റുമുണ്ട്. അത് കെവിൻ കാർട്ടർ ചെയ്ത പോലെ ഒരു ആത്മഹത്യ ഞാനിവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്.